പാർട്ടിക്കിൾ ഓൺ എ റിംഗ് സ്ട്രോണിജർ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് എത്തിയത് ഒരു ഇക്വേഷൻ ആയിരുന്നു. ഏതായിരുന്നു ഇക്വേഷൻ? ഫൈ ഇക്വേഷനിലാണ് നമ്മൾ എത്തിയത്. ആ ഇക്വേഷൻ ഞാനൊന്ന് എഴുതാം. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഫൈ is equal to 0. This equation is known as phi equation. അപ്പൊ നമുക്കറിയാം ഈ ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടുക? ഫൈയുടെ വാല്യൂ കിട്ടും അല്ലെ? അപ്പൊ ഇതൊരു മാത്തമാറ്റിക്കൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന്റെ സോൾവിങ് ഒന്നും തന്നെ നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് പഠിക്കേണ്ട. ഈ ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. The solution for phi equation is, അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സൊല്യൂഷൻ ഫോർ ഫൈ ഇക്വേഷൻ ഈസ് എന്താണ്? a e raised to I m phi. a e raised to I m phi, where a is the normalization constant. Where a is the normalization constant. ഇനി നമ്മൾ എപ്പോഴും ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതെന്താണോ നോക്കണം. ആ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം? അതൊരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഡിറൈവ് ചെയ്തപ്പോൾ അവിടെ എന്താ പഠിച്ചത്? രണ്ട് സൊല്യൂഷൻ വന്നിട്ട് അതിൽ ഒരു സൊല്യൂഷനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. എന്തുകൊണ്ടാ? അതൊരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നെഗ്ലക്ട് ചെയ്തു. അതേപോലെ നമുക്കിപ്പോ ഫൈ ഇക്വേഷന് കിട്ടിയ സൊല്യൂഷൻ ആണ് എ ഇ റേസ് ടു ഐ എം ഫൈ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സൊല്യൂഷൻ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷൻ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണെന്ന് പറയാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒരു വേവ് ഫംഗ്ഷൻ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണെന്ന് പറയാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാ? 4 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഫൈനൈറ്റ് ആയിരിക്കണം, പിന്നെ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, നോർമലൈസബിൾ ആയിരിക്കണം, നോർമലൈസബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒന്നുകിൽ നോർമലൈസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ നോർമലൈസബിൾ ആയിരിക്കണം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ, ഫൈനൈറ്റ്, കണ്ടിന്യൂസ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? എ ഇ റേസ് ടു ഐ എം ഫൈ ആണ്. ഇനി ഈ എ ഇ റേസ് ടു ഐ എം ഫൈയിലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. എക്സ്പോണൻഷ്യന്റെ പവർ എന്തായിട്ട് വന്നിരിക്കുകയാണ്? ഇമാജിനറി ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കേസ് നമുക്കറിയാം, ഞാൻ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ഇ റേസ് ടു ഐ തീറ്റനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇ റേസ് ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നതും ഫൈനൈറ്റുമാണ്, കണ്ടിന്യൂസുമാണ്. പിന്നെ നോർമലൈസ് നമ്മൾ ചെയ്ത് നോക്കണം. ഇനി ഇത് സിംഗിൾ വാല്യൂഡ് ആണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയത് എന്താണ്? എ ഇ റേസ് ടു ഐ എം ഫൈ. ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുമ്പോൾ ആ ഫംഗ്ഷൻ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് 4 കണ്ടീഷൻസ് ഉണ്ട്. ഫൈനൈറ്റ്, സിംഗിൾ വാല്യൂ, നോർമലൈസ്ഡ് ഓർ നോർമലൈസബിൾ, ദെൻ ഫോർത്ത് വൺ കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എടുത്തു. ഈ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇതൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇതിൽ ഇ റേസ് ടു ഐ എം ഫൈ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക? ഇ റേസ് ടു ഐ തീറ്റ നമ്മൾ എന്ത് എക്സ്പാൻഡ് ചെയ്തു? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ തീറ്റയുടെ പൊസിഷനിൽ എന്താന്ന് മാത്രമേ ഉള്ളൂ? എം ഫൈ ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി എല്ലാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും, അതായത് ഇ റേസ് ടു ഐ പവർ വരുന്ന എല്ലാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും എന്തൊക്കെയാണ്? ഫൈനൈറ്റുമാണ്, കണ്ടിന്യൂസും ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇത് സിംഗിൾ വാല്യൂ ആണോന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായോ ഇവിടെ വരെ പറഞ്ഞത്? ക്ലിയർ ആയോ?
അപ്പൊ ഏത് the function phi must be well behaved. The function phi must be well behaved. That is finite and continuous for all values of phi and m. All values of phi and m. അതായത് ഫൈക്കും എമ്മിന് എന്ത് വാല്യൂസ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഫംഗ്ഷൻ കിട്ടുന്നത് ഫൈനൈറ്റും കണ്ടിന്യൂസും ആയിട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നോർമലൈസ്ഡും ചെയ്യണം, അതേപോലെ തന്നെ എന്തും ചെയ്യണം? സിംഗിൾ വാല്യൂ ആണെന്നും കൂടി ചെക്ക് ചെയ്യണം. അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. They have to be single value too. They have to be single valued too. Single valued too. That is the wave function must satisfy a cyclic boundary condition. അതായത് സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ആയിരിക്കുമ്പോഴും 5+2π ആയിരിക്കുമ്പോഴും അതിനെന്ത് കിട്ടണം? സെയിം വാല്യൂ കിട്ടണം. അതാണ് നമ്മൾ അതാണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അതായത് 5ൽ നിന്ന് തുടങ്ങി 5+2πയിൽ അവസാനിക്കുമ്പോൾ അതിന് രണ്ടിനും സെയിം വാല്യൂ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അതാണ് പറഞ്ഞത് the wave function must satisfy a cyclic boundary condition. That is phi is equal to 5+2π. 5 കൊടുത്താലും 5+2π കൊടുത്താലും ഒറ്റ വാല്യൂ നമുക്ക് കിട്ടാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്ക് ഫൈനൈറ്റ് ആണ് കണ്ടിന്യൂസ് ആണ് കിട്ടി. ഇനി രണ്ട് കണ്ടീഷൻ കൂടി ഉണ്ട്. സിംഗിൾ വാല്യൂ ആണോ അതേപോലെ നോർമലൈസ്ഡ് ആണോ? അപ്പൊ നോർമലൈസ്ഡ് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നോർമലൈസേഷൻ ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മൾ അത് നോർമലൈസ് ചെയ്താൽ മതി. ഇനി സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈയുടെ വാല്യൂ 5 ആയിരിക്കുമ്പോഴും 5+2π ആയിരിക്കുമ്പോൾ എന്ത് കിട്ടണം? സെയിം വാല്യൂ കിട്ടണം. അതല്ലേ സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് 5+π കൊടുത്താലും 5+2π കൊടുത്താലും എല്ലാത്തിനും നമുക്ക് സെയിം വാല്യൂ കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതൊരു സിംഗിൾ വാല്യൂ ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? 5നെ 5+2πയോട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 5 ആയിരിക്കുമ്പോഴും 5+2π ആയിരിക്കുമ്പോഴും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക. അതാണ് 5 is equal to 5+2π എന്ന് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 5ഉം 5+2π. ഇത് നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ 5 ഈ പോയിന്റ് ആയിരിക്കും 5+2π എന്ന് പറയുന്നത്. ഇത് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ്, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ഇതാണ് 5+2π എന്ന് പറയുന്നത്. ആ രണ്ട് കണ്ടീഷനിലും നമുക്ക് കിട്ടേണ്ടത് സെയിം വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് 5നെ 5+2πയോട് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്കിനി അത് ഫംഗ്ഷനിൽ കൊടുക്കാം. അതായത് 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? a e⁻im5 a e⁻im5 which is equal to a e⁻im 5യുടെ അവിടെ എന്ത് കൊടുക്കണം? 5+2π. a e⁻im 5യുടെ പൊസിഷൻ ഇവിടെ 5+2π ആണ്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി a e⁻im5 which is equal to നമുക്കറിയാം
ഇ റേസ് ടു ഇങ്ങനെ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി. അതേപോലെ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. ഇ റേസ് ടു im5 ഇൻറ്റു ഇ റേസ് ടു im2π. ഇവിടെ വരെ മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും എന്തുണ്ട്? എ ഇ റേസ് ടു im5 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുന്നത്? ഇവിടെ 1 ആണ് അല്ലെ? ഈ രണ്ട് സൈഡ് ക്യാൻസൽ ചെയ്താ 1 ഈക്വൽ ടു ഇ റേസ് ടു im2π. 1 ഈക്വൽ ടു ഇ റേസ് ടു im2π. ഇനി നമ്മൾ പറഞ്ഞു, ഇവിടെ വരെ എല്ലാവർക്കും കിട്ടിയോ? ഇ റേസ് ടു ഐ തീറ്റനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ തീറ്റയുടെ പൊസിഷനിൽ എന്താന്ന് മാത്രം? 2πm ആണ് തീറ്റയുടെ പൊസിഷനിൽ. അപ്പൊ നമുക്ക് അതേപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. കോസ് തീറ്റയ്ക്ക് പകരം 2πm പ്ലസ് ഐ സൈൻ 2πm ഈക്വൽ ടു 1. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാ? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാജിനറി ഫംഗ്ഷൻ ഇല്ലാത്ത പാർട്ട് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാ? കോസ് 2πm ആണ്. കോസ് 2πm. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാ? 1 ആണ് അല്ലെ? അതായത് ഇമാജിനറി പാർട്ട് ഇല്ലാത്ത സംഭവം. ഇവിടെ കോസ് 2πm ഇവിടെ എന്താണ്? 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള റിയൽ പാർട്ടിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെ എഴുതാം? കോസ് 2πm ഈക്വൽ ടു 1. കോസ് 2πm ഈക്വൽ ടു 1. ഇനി കോസിന്റെ വാല്യൂ എപ്പോഴൊക്കെയാ 1 ആവാറുള്ളത്? എപ്പോഴൊക്കെയാ കോസിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടാറുള്ളത്? കോസ് 0 എത്രയാ? കോസ് 1. അതായത് കോസ് nπയുടെ വാല്യൂ ആണ് നമുക്ക് എപ്പോഴും എന്ത് കിട്ടാറുള്ളത്? 1 കിട്ടാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? m ഈക്വൽ ടു ഏതൊക്കെ വാല്യൂസ് വരെ എമ്മിന്? 0 ആവാം, പ്ലസ് ഓർ മൈനസ് 1 ആവാം, പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. m can be value 0 plus or minus 1 plus or minus 2 etc. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഏതാ? ഐയുടെ ഒപ്പം വരുന്നത് അല്ലേ? അതേതാ? സൈൻ 2πm. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇമാജിനറി പാർട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? എമ്മിൻ 0യോട് ഇക്വേറ്റ് ചെയ്യാം. ഇനി സൈഡ് വാല്യൂ എപ്പോഴൊക്കെ 0 വരാ? എപ്പോഴൊക്കെ സൈഡ് വാല്യൂ 0 വരാ? എപ്പോഴൊക്കെ സൈഡ് വാല്യൂ 0 വരാ? 0. സൈൻ 0 ആണ്. അതേപോലെ സൈൻ nπ വന്ന എന്താ? 0 ആണ് അല്ലേ? അതായത് എന്താണ്? എമ്മിന്റെ വാല്യൂ എന്തൊക്കെ വരാം? 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര.
അതായത് എമ്മിന്റെ വാല്യൂ 0 വന്നാലും പ്ലസ് ഓർ മൈനസ് വന്നാലും പ്ലസ് ഓർ മൈനസ് 2 വന്നാലും നമുക്ക് കിട്ടുന്നത് എന്താ, ഒരു സിംഗിൾ വാല്യൂ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് ഇതിൽ കൂടെ നമ്മൾ കണ്ടുപിടിച്ച കാര്യം. എമ്മിന്റെ വാല്യൂ ഏതൊക്കെ വരാം, ഏതൊക്കെ പോസിബിൾ ആവാം, അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഇതുവരെ ക്ലിയർ ആയോ പറഞ്ഞത്? ഇതുവരെ ക്ലിയർ ആയോ? ഇനി എന്താ എം എന്ന് പറഞ്ഞ, എം ഇന്നലെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ എം എന്ന് പറഞ്ഞ, ഒന്ന് പേജ് മറിച്ച് നോക്കി അപ്പൊ കിട്ടും. എന്താ എം? ആ 2ie/h ക്രോസ് സ്ക്വയർ. ഇതിൽ നിന്ന് ഇ കണ്ടുപിടിച്ച നിങ്ങൾ എന്താണ് ഇ കിട്ടുക? ഈസ് ഈക്വൽ ടു എന്താ ഈ കിട്ടാ? mh സ്ക്വയർ ബൈ 2. mh ക്രോസ് സ്ക്വയർ ബൈ 2i. ഇനി എന്താ h ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? h/2π. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? mh സ്ക്വയർ ബൈ 2i, 2πയുടെ സ്ക്വയർ 4π സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? mh സ്ക്വയർ ബൈ 8π സ്ക്വയർ i. അയ്യോ, നമ്മൾ ഈ എം അല്ലല്ലോ, എം സ്ക്വയർ അല്ല പഠിച്ചിട്ടുണ്ടായേ? റൂട്ട് എം സ്ക്വയർ h സ്ക്വയർ ബൈ 8π സ്ക്വയർ ആയി. എം സ്ക്വയർ h സ്ക്വയർ ബൈ 8π സ്ക്വയർ ആയി. അപ്പോ നമ്മൾ ഓരോ സിസ്റ്റത്തിന്റെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളിപ്പോ 1 ഡയമെൻഷണൽ ബോക്സിന്റെ എനർജി എന്താ പഠിച്ചേ? n സ്ക്വയർ h സ്ക്വയർ ബൈ 8ma സ്ക്വയർ. ഇനി ഹാർമോണിക് ഓസിലേറ്ററിന്റെ നമ്മൾ പഠിച്ചു എന്താ? v പ്ലസ് ഹാഫ് h mu. അതേപോലെ പ്ലാനാർ റിജ് റൊട്ടേറ്റർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഓൺ എ റിംഗിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് m സ്ക്വയർ h സ്ക്വയർ ബൈ 8π സ്ക്വയർ ആയി. m സ്ക്വയർ h സ്ക്വയർ ബൈ 8π സ്ക്വയർ ആയി. where m can be values 0, plus or minus 1, plus or minus 2, etc. Particle on a ring m square h square by 8π സ്ക്വയർ ആയി. ഇപ്പൊ നമ്മള് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 1D ബോക്സ് എടുക്കുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്നിന് ഏത് വാല്യൂ കൊടുക്കുക? 1 ആണ് കൊടുക്കുക അല്ലെ? കാരണം 0 കൊടുത്ത് എന്താ സംഭവിക്കുക? വേവ് ഫംഗ്ഷനും എനർജിയും 0 ആയി പോകും. ഇനി ഹാർമോണിക് ഓസിലേറ്റർ വരുമ്പോൾ നമ്മള് വിക്ക് 0 കൊടുത്തതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുത്തത്. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? എമ്മിന് 0 കൊടുക്കുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. കാരണം എമ്മിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ്? 0, പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2 പോസിബിൾ ആണ്. അതുകൊണ്ട് എമ്മിന് 0 കൊടുക്കുന്നതാണ് പാർട്ടിക്കിൾ ഓൺ എ റിംഗിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എമ്മിന് 0 കൊടുത്താ 0 ആയിട്ട് മാറും. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അപ്പൊ സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞ കാര്യം വെച്ച് നമ്മൾ ഇവിടെ വരെ കണ്ടുപിടിച്ചു. അപ്പൊ ഇപ്പൊ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. ഫൈനൈറ്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, സിംഗിൾ വാല്യൂ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ നോർമലൈസ് ചെയ്യണം. അതാണ് അടുത്തത് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് ഏതാ? നോർമലൈസേഷൻ. നോർമലൈസേഷൻ. Normalization. Here we have to find out the normalization constant A. Here we have to find out the normalization constant A. അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫൈയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാ? A e⁻im⁵ ആണ്. അതിലെ എയുടെ വാല്യൂ ആണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോർമലൈസേഷൻ കണ്ടീഷൻ?
പറ എന്താ നോർമലൈസേഷൻ? നമ്മൾ 3 സിസ്റ്റം പഠിച്ചു, 1D ബോക്സ്, 3D ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ. അവിടെ ഒക്കെ നമ്മൾ നോർമലൈസേഷനും ചെയ്തു. എന്താ നോർമലൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? Integral minus infinity to plus infinity. Minus infinity to infinity. Integral psi square dx equal to 1. Psi square dx equal to 1. അതാണ് കണ്ടീഷൻ. അതായത് the normalization condition is integral minus infinity to infinity psi star psi dx equal to 1. Psi star psi dx equal to 1. ഇനി ഇവിടെ നമ്മൾ നോർമലൈസേഷൻ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 0 to 2π ആണ്. കാരണം 2π വരെയുള്ള ബൗണ്ടറി കണ്ടീഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് സിംഗിൾ വാല്യൂന്. അപ്പോൾ ഹിയർ വി ടേക്ക് ദ ലിമിറ്റ് ആസ് 0 to 2π. 0 to 2π. ഇനി നമ്മുടെ psi എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാ? a e raised to im5. ഇനി psi star എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോൾ നോർമലൈസേഷൻ കാണാൻ പഠിപ്പിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇയുടെ പവർ ഐ ആണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ വേണം നമ്മളായിട്ട് എന്തായിട്ട് എടുക്കാൻ? psi star ആയിട്ട് എടുക്കാൻ. അതായത് എന്തെടുക്കണം? a e raised to minus im5. e raised to 2 theta. അങ്ങനെയാണെങ്കിൽ e raised to 2 theta തന്നെയാണ് കോംപ്ലക്സ് കോൺജുഗേറ്റീവ് വരിക. അതേസമയം e raised to I 2 theta ആണെങ്കിൽ e raised to minus I 2 theta ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? കോംപ്ലക്സ് കോൺജുഗേറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. psi star എന്ന് പറയുന്നത് a e raised to minus im5. psi എന്ന് പറയുന്നത് a e raised to im5. ഇവിടെ dx ന് പകരം എന്താ? d5 equal to 1. ഇനി a into a എന്ന് പറയുമ്പോൾ a സ്ക്വയർ, അത് കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുക്കാം. a സ്ക്വയർ ഇന്റഗ്രൽ 0 to 2π e raised to minus im5 into e raised to im5 d5 is equal to 1. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി a സ്ക്വയർ ഇന്റഗ്രൽ 0 to 2π നോക്കിയേ, e raised to a into e raised to b എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? e raised to a plus b. അതേപോലെ ഇവിടെ നോക്കിയേ, e raised to minus im5 into e raised to im5. അപ്പൊ എന്ത് ചെയ്യാ? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാ അല്ലെ? e raised to minus im5 plus im5 എന്ത് സംഭവിക്കുക? ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ എന്ത് വരും? e raised to 0. e raised to 0 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 d5 equal to 1. ഇനി a സ്ക്വയർ എന്താ? 1d5 ഇന്റഗ്രൽ എന്താ വരാ? എന്താ? 1d എന്താ? അതായത് 1dx ന്റെ ഇന്റഗ്രൽ x ആണ്. അതേപോലെ 1d5 ഇന്റഗ്രൽ എന്താ വരാ? 5. ഇൻ ദ ലിമിറ്റ് 0 to 2π equal to 1. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. a സ്ക്വയർ 5ക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം 2π മൈനസ് ലോവർ ലിമിറ്റ് 0 ഈക്വൽ ടു 1. ഇപ്പൊ എന്ത് കിട്ടി? a സ്ക്വയർ ഇൻറ്റു 2π ഈക്വൽ ടു 1. a സ്ക്വയർ is equal to 1 by 2π. a is equal to 1 by root 2π. കിട്ടിയോ? ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി മിസ്. കിട്ടി. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ?
മിസ് ലാസ്റ്റ് പോർഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഏതാ? a സ്ക്വയർ 2π ആ ലിമിറ്റ് കൊടുത്തതിന് ശേഷം ലിമിറ്റ് കൊടുത്തു. എ സ്ക്വയർ അപ്പർ ലിമിറ്റ് 2π മൈനസ് ലോവർ ലിമിറ്റ് 0. നമ്മൾ എപ്പോഴും ഇന്റഗ്രൽ കൊടുക്കുമ്പോ എന്താ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പൊ അതേപോലെ കൊടുത്തു. 2π മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2π തന്നെ. അപ്പൊ എ സ്ക്വയർ 2π ഈക്വൽ ടു 1. എ സ്ക്വയർ ഈക്വൽ ടു 2π ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ 1/2π. എ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കുക 1/√2π. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് എന്താ? നമ്മുടെ ഫംഗ്ഷൻ ഇതായിരുന്നു. ഫൈയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? a e⁻im⁵ ആണ്. അതിൽ എയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 1/√2π ബാക്കി e⁻im⁵. This is the complete solution for phi equation. This is the complete solution for phi equation. This is the complete solution for phi equation. അതായത് എയുടെ വാല്യൂ കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The solution for particle on a ring is known as circular harmonics. അതായത് പാർട്ടിക്കിൾ ഓൺ റിങ്ങിന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് സർക്കുലർ ഹാർമോണിക്സ്. The solution for particle on a ring are known as circular harmonics. The solution for particle on a ring are known as circular harmonics. അപ്പൊ നമുക്ക് ഐഗൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ കിട്ടി. ഒന്നും കൂടി ഞാനതൊന്ന് സമ്മറൈസ് ചെയ്യാം. നമുക്ക് പാർട്ടിക്കിൾ ഓൺ എ റിങ് അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരുന്നത്. അതില് പാർട്ടിക്കിൾ ഓൺ എ റിങ് അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന വേറൊരു പേരെന്താ? പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ എന്നാണ് അതിന് നമ്മൾ പറയുന്നത് അല്ലെ? ഇനി അതിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി അല്ലെങ്കിൽ ഐഗൺ ഫംഗ്ഷൻ കിട്ടി. എന്താണ്? 1/√2π e⁻im⁵. അതിന്റെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജി കിട്ടി. എന്താണ്? m²h²/8π²i, where m can be values 0, +or-1, +or-2, etc. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. ഇനി നമ്മൾ 1D ബോക്സ് പഠിച്ചപ്പോഴും ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കേണ്ടായി അല്ലേ? ഇവിടെ നമുക്ക് ആ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റില്ല വേവ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാ? എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാം, ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണ്? ഒരു എക്സ്പൊണൻഷ്യലിന്റെ പവർ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു ഇമാജിനറി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒരു ഇമാജിനറി ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇമാജിനറി ഫംഗ്ഷനെ ഒരു റിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പും കൂടി കഴിയുമ്പോഴാണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇമാജിനറി ഫംഗ്ഷൻ ആണ്. e⁻im⁵ ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇമാജിനറി ഫംഗ്ഷനെ ഒരു റിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ.